ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന തീരുമാനത്തെക്കുറിച്ചാണ്. സഭാതർക്കത്തിൽ തന്നെയാണ് യാക്കോബായ സഭയ്ക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ആശ്വാസ വിധി കിട്ടിയ ദിവസമാണ്. 5 പള്ളികളിലെ പോലീസ് സംരക്ഷണ ഉത്തരവ് കോടതി റദ്ദാക്കി. തർക്കപരിഹാരത്തിന് സർക്കാർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കോടതി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നിർണായക ഇടപെടൽ. 1912 തുടങ്ങിയ സഭാ പിളർപ്പിൽ 2017 സുപ്രീം കോടതി വിധി നിയമപരമായ വഴിത്തിരിവായെങ്കിലും തർക്കം തെരുവിൽ തുടരുകയായിരുന്നു. നിയമ പോരാട്ടങ്ങൾക്കപ്പുറം സമാധാനപരമായ സമവായമാണ് ആവശ്യമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 5 പള്ളികൾക്ക് പോലീസ് സംരക്ഷണം നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവുകളാണ് റദ്ദാക്കിയത്. പള്ളികളുടെ കൈവശാവകാശം സിവിൽ കോടതി തീരുമാനിക്കട്ടെ. വിശ്വാസ കാര്യങ്ങളിൽ സർക്കാരിന് പരിധിയുണ്ടെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മാത്രം എക്സിക്യൂട്ടീവ് നടപടിയോ നിയമനിർമ്മാണമോ ആകാം. ബലപ്രയോഗത്തെക്കാൾ അനുരഞ്ജനമാണ് വേണ്ടതെന്ന് വ്യക്തമാക്കിയ കോടതി സർക്കാരിന്റെ മധ്യസ്ഥ ശ്രമങ്ങളിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എഡിറ്റോറിയൽ ഡെസ്ക്, ബിഗ് ടിവി. ജോഷികുര്യൻ, കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത വിഷയമാണ്. അതിന്മേൽ കോടതിയിൽ നിന്നും അങ്ങനെയുള്ള സമവായത്തിന്റെ പാതയിലേക്ക്, സമാധാനത്തിന്റെ പാതയിലേക്ക് ആരാധനാലയങ്ങൾ എത്തുന്നതിനായി ആശ്വാസം നൽകുന്ന ഒരു വിധിയല്ലേ ഇപ്പോൾ വന്നിരിക്കുന്നത്? സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ്, ആശ്വാസകരമാണ്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത് സുജിയ, 2 സഭകളും, അത് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും, 2 പേരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം എന്നുള്ളതാണ്. ഈ വിട്ടുവീഴ്ചകളിലൂടെ മാത്രമേ ഈ സമവായം സാധ്യമാവുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ഈ സുപ്രീം കോടതി പറഞ്ഞ 1934 സഭാ ഭരണഘടന അനുസരിച്ച് ഈ പറയുന്ന പള്ളികൾ ഭരിക്കപ്പെടണമെന്നും നിലവിൽ യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ഓർത്തഡോക്സ് സഭയുടെ കൈവശത്തേക്ക് പോകുമെന്നൊക്കെ പറയുന്ന സുപ്രീം കോടതി ഉത്തരവുണ്ടല്ലോ, അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പിറവം പള്ളിയുടെ കാര്യത്തിൽ, പള്ളിയുടെ കാര്യത്തിൽ അവിടുത്തെ യാക്കോബായ വിശ്വാസികളുടെ ബുദ്ധിമുട്ടൊക്കെ തന്നെ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. 2 സഹോദരീ സഭകളായി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക, പരസ്പര സഹവർത്തിത്വത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ പ്രായോഗികമായിട്ടുള്ളൂ. അതിന് സർക്കാർ ചെയ്യുന്ന മധ്യസ്ഥതയ്ക്ക് 2 സഭകളും വഴങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സഭയിൽ, മലങ്കര സഭയിൽ സമാധാനം വരാൻ. പരമോന്നത കോടതിയുടെ വിധി 2017 നിലനിൽക്കുമ്പോഴും അന്തിമ വിധിക്ക് മുകളിലുള്ള ഒരു അനുരഞ്ജന നീക്കത്തിന് വഴി തെളിയുകയാണോ വിജയകുമാർ? സുജയ പാർവതി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ നിലനിൽക്കുമ്പോൾ അവരെ ചർച്ചയുടെ വേദിയിലേക്ക് കൊണ്ടുവരിക എന്നത് എളുപ്പമല്ല. അപ്പോൾ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു ഫോർമുല ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനം. സർക്കാർ അനുരഞ്ജനത്തിന്, സമവായത്തിന് ശ്രമിക്കണം, നല്ലത് തന്നെയാണ് കോടതി പറഞ്ഞതുപോലെ. പക്ഷേ സർക്കാരിന് മുന്നിൽ ഒരു ഫോർമുലയുണ്ടോ? എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക? അതിന് ഇരുപക്ഷത്തിനും സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാനുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം അത് തന്നെയാണ് സുജയ ചോദിച്ചതുപോലെ, ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ കോടതി വിധികൾ നിൽക്കുമ്പോൾ അവർ സമവായത്തിന് വരണമെങ്കിൽ അവർക്ക് കൂടി സ്വീകാര്യമാകുന്ന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടാകണം. സർക്കാരിന് കഴിയുമോ? അതാണ് അറിയേണ്ടത്. തർക്കപരിഹാരത്തിന് കോടതിയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ 2 സഭകളും സഹോദരി സഭകളാണല്ലോ, ഒന്നിച്ചു നിൽക്കണം, കൃത്യമായ ഒരു സമവായത്തിലേക്ക് എത്തണം. ഞാൻ നോക്കുകയായിരുന്നു, സംസ്ഥാനത്ത് ഏകദേശം 1100ഓളം മലങ്കര പള്ളികൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഈ തർക്കമുള്ള പള്ളികൾ, സമാധാനപരമായി ആരാധന നടക്കുന്ന പള്ളികളുണ്ട് കേട്ടോ. എല്ലാവരും ഈ തർക്കത്തിലാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എല്ലാ ആരാധനാലയങ്ങളും ആ സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നതിനായിട്ട് അവിടെ ഈ തർക്കമുള്ള പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ട ഒത്തുതീർപ്പ് ശ്രമങ്ങൾ നടത്താവുന്നതാണ്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടായി കഴിയുമ്പോൾ ഇരുപക്ഷവും അംഗീകരിക്കുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കരട് അല്ലെങ്കിൽ ഒരു അന്തിമ മധ്യസ്ഥ റിപ്പോർട്ട്, ഒരു മീഡിയേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് സമർപ്പിക്കുന്നതിലേക്കായിരിക്കും സംസ്ഥാന സർക്കാർ കടക്കുക എന്നതാണ് ഞാൻ കരുതുന്നത്. എന്തായാലും സ്ഥിരമായ ഒരു നിയമനിർമ്മാണത്തിലേക്ക്, ചർച്ച് ബില്ലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ കൃത്യമായി സമവായത്തിലൂടെയുള്ള ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നു എന്നതിൽ എല്ലാ വിശ്വാസികളെയും പോലെ ഞാനും ആ പ്രതീക്ഷയോടെ അതിനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തർക്കമില്ലാത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ് സുജി? 2017 സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ ഈ പുതിയ ഉത്തരവ് നിലവിലെ നിയമ സാഹചര്യങ്ങളെ എങ്ങനെ സ്വാധീനിക്കും? തർക്കപരിഹാരത്തിന് സർക്കാർ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കോടതി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാരിന്റെ അടുത്ത നീക്കങ്ങൾ എന്തെല്ലാമായിരിക്കും? കോടതിയുടെ ഈ നിർദ്ദേശം ഒരു സ്ഥിരമായ നിയമനിർമ്മാണത്തിലേക്ക് നീങ്ങാൻ സർക്കാരിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ബാക്കിയാണ്. Big TV, without fear or favor.